നേന്ത്രപ്പഴം വെച്ചിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെറുതായിട്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോ പീസ് നേന്ത്രപ്പഴവും ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും ഉപയോഗിക്കാം കേട്ടോ. ഏതായാലും നന്നായിട്ട് ഇതിലൊന്ന് പറ്റിപ്പിടിക്കൂട്ടോ. ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് കോട്ടായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ പീസുകളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പഴത്തിൻ്റെ പീസും ഇതിലിങ്ങനെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേമിയ എടുത്തിട്ടുണ്ട് വേറൊരു ബൗളിൽ, അതിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സേമിയ വെച്ചിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പീസുകളെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പീസുകളും ഇവിടെ സേമിയ വെച്ചിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ സേമിയ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു കളറായിട്ട് വന്നാൽ മതി കേട്ടോ. 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പഴംപൊരി ആയിരിക്കും കേട്ടോ. ഇത് പുറമെ നല്ല മൊരിഞ്ഞിട്ടായതുകൊണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്